യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, യിസ്സായ ആരാധനാ സമയത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ദിവ്യകാരുണ്യനാഥനോടൊപ്പം ആയിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമ്മോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകമായി ഈ സായാഹ്നത്തിൽ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നവരിൽ അതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്വത്തിൻ്റെ പേരിൽ മകനെ വെച്ച് അതിൽ നിന്ന് മുതലെടുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഒരു കുടുംബത്തിലുണ്ട്. ആ കുടുംബത്തെ പ്രത്യേകമായി സമർപ്പിക്കാം. അനീതിപരമായി നടക്കുന്ന ആ കാര്യങ്ങളെല്ലാം മാറി ആ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുവാൻ വേണ്ടി മറ്റുള്ളവർക്കെതിരായി മോശമായി പെരുമാറുന്ന, മരിച്ചുപോയവർക്കെതിരായി പോലും മോശമായി സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ചിലരെ നമുക്ക് പ്രത്യേകമായി ഓർക്കാം. ആ കുടുംബത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നവംബർ 2 നടക്കുന്ന പരീക്ഷ നന്നായി എഴുതുവാൻ വേണ്ടിയുള്ള ഒരു മകൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനയെ ഓർക്കാം. കുടുംബനാഥൻ്റെ മോശമായ സ്വഭാവങ്ങൾ മാറുവാൻ വേണ്ടിയുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥനയെ ഓർക്കാം. കോവിഡ് ബാധിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. മകൻ അലസത വെടിഞ്ഞ് ജോലിക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനയെ ഓർക്കാം. മകളുടെ മോശമായ ഒരു ബന്ധത്തിൽ നിന്ന് മാറുവാൻ വേണ്ടിയുള്ള മാതാപിതാക്കളുടെ പ്രത്യേകമായ പ്രാർത്ഥനയെ ഓർക്കാം. രോഗിയായ മകൻ്റെ ആരോഗ്യത്തിനു വേണ്ടി, സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ഓർക്കാം. മക്കളില്ലാത്തവരുടെ പ്രത്യേകമായ നിയോഗങ്ങളെ നമുക്ക് ഓർക്കാം. ദൈവവിശ്വാസത്തിൽ നിന്നും മാറി മറ്റ് ദൈവങ്ങളിലേക്ക്, മോശമായ മന്ത്രവാദങ്ങളിലേക്കും മറ്റും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബനാഥന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വിശ്വാസത്തിലേക്ക് തിരികെ വരുവാൻ, വൃദ്ധർക്ക് വേണ്ടി, കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇവയോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ കുടുംബത്തിൻ്റെതായ പ്രത്യേകമായ നിയോഗങ്ങളെ കൂടി നമുക്ക് ചേർത്ത് വയ്ക്കാം. ഒരു വലിയ കുടുംബമായി ഈ ആരാധനാ സമയം നാം ഉപയോഗിക്കുമ്പോൾ തമ്പുരാനെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് നമുക്ക് ഈ ആരാധനാ സമയം ഉപയോഗിക്കാം.
സ്നേഹം നിറഞ്ഞവരെ, ഇതാ ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ ആയിരിക്കുവാൻ അവിടുന്ന് നമ്മെ ക്ഷണിച്ചിരിക്കുന്നു. എല്ലാ തിരക്കുകളും ആകുലതകളും മറന്ന് ഈ സമയം യേശുനാഥൻ്റെ മുൻപിൽ പൂർണ്ണ മനസ്സോടെ നമുക്കായിരിക്കാം. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, ആകയാൽ നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക എന്ന് മോശയോട് ദൈവം ആവശ്യപ്പെട്ടതുപോലെ നമ്മോടും ദൈവം ആവശ്യപ്പെടുന്നു വിശുദ്ധിയുള്ളവരായിരിക്കാൻ. ദിവ്യകാരുണ്യ നാഥൻ്റെ മുൻപിൽ ആയിരിക്കാൻ നാം ആരും തന്നെ യോഗ്യനല്ല. ആകയാൽ അനുതാപത്തോടും എളിമയോടും കൂടി ഈ ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാം. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനെ വാഴ്ത്താം, മഹത്വപ്പെടുത്താം. നീർച്ചാൽ തേടുന്ന മാൻപേട പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി. ദൈവമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. ആശ്വാസം. അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്. എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് എന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് എന്ന് അഹറോൻ്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് എന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയട്ടെ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. പാവനാത്മാവേ, സർവസവും
സ്നേഹമാകുന്നു. നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് വ്യക്തിപരമായി അറിയുന്നു, സ്നേഹിക്കുന്നു, പരിപാലിക്കുന്നു. അപകടങ്ങളിലും ദുരിതങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. തൻ്റെ ഏകജാതനെ അയക്കാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം ദൈവം സ്നേഹിച്ചു. ആ ദൈവത്തിൻ്റെ സാമീപ്യം നമുക്ക് അനുഭവിക്കാം. അവിടുത്തെ പരിപാലനയിൽ നമുക്ക് ആശ്രയിക്കാം.
വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന്. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ ചുറ്റി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരിക്കുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. എളിമയുടെയും സ്നേഹത്തിൻ്റെയും മനോഹരമായ ഒരു പ്രതീകമാണ് പാദശാളനം. ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന അതിഥികളെ പാദം കഴുകി സ്വീകരിക്കുന്നത് അക്കാലത്ത് സാധാരണമായിരുന്നു. ശ്രേഷ്ഠരായ വിരുന്നുകാരുടെ പാദങ്ങൾ കഴുകിയിരുന്നത് അടിമകളായിരുന്നു. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന യേശു തനിക്ക് അവരോടുള്ള സ്നേഹം പ്രകടമാക്കുകയായിരുന്നു. അതൊരു പ്രകടനം മാത്രമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന സ്വർഗീയ വിരുന്നിലേക്കും യേശുവിൻ്റെ പീഡാസഹനത്തിലേക്കും കുരിശുയാത്രയിലേക്കും പങ്കുകാരാകാൻ വേണ്ടിയുള്ള അവിടുത്തെ ക്ഷണം കൂടിയായിരുന്നു. ഗുരുവും നാഥനുമായ കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് പരസ്പരം പാദങ്ങൾ കഴുകി അവിടുത്തെ സഹനത്തിലും മഹത്വത്തിലും ഭാഗഭാഗിത്വം വഹിക്കുവാൻ ശിഷ്യന്മാരെ അവിടുന്ന് വിളിക്കുന്നു. തൻ്റെ കൂടെ ഇത്രയും നാൾ നടന്നവരെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അപ്പം ഭക്ഷിക്കുകയും ചെയ്തവരെ അവിടുന്ന് അവസാനം വരെ സ്നേഹിച്ചു. അവരുടെ പാദം കഴുകി എളിമപ്പെട്ട് സ്വയം ഇല്ലാതാകുന്ന, മുറിക്കപ്പെടുന്ന ദിവ്യകാരുണ്യമായി മാറി. അന്ത്യത്താഴ് സമയത്ത് പാദശാളനം നടത്തി അവിടുന്ന് ദിവ്യകാരുണ്യമെന്ന കൂദാശയുടെ പ്രായോഗിക അർത്ഥതലങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. പരസ്പര ബഹുമാനത്തിലും പങ്കുവയ്പ് അനുഭവത്തിലും തൻ്റെ ശിഷ്യന്മാർ വളരണമെന്ന് എപ്പോഴും യേശു ആഗ്രഹിച്ചു. ഏറ്റവും ചെറിയവനായി ഏറ്റവും അവസാനത്തെ പീഠത്തിലിരുന്ന് മറ്റുള്ളവരെ തന്നേക്കാൾ വലിയവരായി പരിഗണിച്ച് അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ സുമനസ് കാണിക്കുമ്പോൾ നമ്മളും ദിവ്യകാരുണ്യ ജീവിതശൈലി പ്രാവർത്തികമാക്കുകയാണ്. അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുവിനെ പോലെ ഇത്രയും വലിയ തോതിൽ ആരും നമ്മെ സ്നേഹിക്കുന്നില്ല. ഇത്രത്തോളം ആരും നമ്മെ കരുതുന്നില്ല, പരിഗണിക്കുന്നില്ല, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. കർത്താവിൻ്റെ വലിയ സ്നേഹത്തിന് മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം. അവിടുത്തെ വചനങ്ങളനുസരിച്ച് ജീവിക്കുമെന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യാം. നമ്മൾ മറ്റുള്ളവരെക്കാൾ വലുതാണെന്ന ചിന്ത പലപ്പോഴും അഹങ്കാരത്തോടെ പെരുമാറുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. മറ്റുള്ളവർ നമ്മുടെ പ്രതീക്ഷകൾക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ മുറിപ്പെടുന്ന അനുഭവമായി നമ്മൾ ചിന്തിക്കുന്നു. അവർ
അവരുടെ കുറവുകൾ മനസ്സിലാക്കാതെ നമ്മൾ മനസ്സിൽ വിരോധവും പകയും സൂക്ഷിക്കുന്നു. ഈ സാഹചര്യങ്ങളിൽ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും എളിമയുടെയും മാതൃക നമുക്ക് അനുകരിക്കാം. സ്വയം ചെറുതായി മുറിയപ്പെട്ട് നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കുന്ന ദിവ്യകാരുണ്യനാഥനെ പോലെ നമുക്കും ചെറുതാകാം, മുറിയപ്പെടാം. അപേക്ഷകളും ദിവികാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദിവികാരുണ്യനാഥ, ഈ നിമിഷം എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. കുടുംബങ്ങൾ തമ്മിൽ ഐക്യവും സ്നേഹവും എന്നും നിലനിൽക്കാനും നസ്രത്തിലെ തിരുക്കുടുംബമായി മാറാനുള്ള കൃപയ്ക്കായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ.
ഭക്തനായ അബ്രഹാമിനെ ഇസ്ഹാക്കിനെയും, ഹന്നായുടെ കണ്ണുനീരിൽ അലിവ് തോന്നി സാമുവലിനെയും, ബന്ധിയായ എലിസബത്തിനെ യോഹന്നാനെയും നൽകി അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ച ദൈവമേ, അങ്ങേ ദാനമായ മക്കളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഞങ്ങളുടെ ഇടവകയിൽ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയില്ലാതെ പാപവഴിയിൽ ചരിക്കുന്ന എല്ലാവരെയും നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ധൂർത്തപുത്രനെ തിരികെ കൊണ്ടുവന്ന നിന്റെ സ്നേഹം ഞങ്ങളുടെ ഇടയിലും വർഷിച്ച് ഇവരെ നിന്റെ വഴിയെ നടത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. സ്വന്തം മക്കളുടെ സ്നേഹവും അംഗീകാരവും ലഭിക്കാതെ തിരുവീതികളിലും വൃദ്ധമന്ദിരങ്ങളിലും കഴിയുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും സമർപ്പിക്കുന്നു. നല്ല ദൈവമേ, അവരുടെ ദുഃഖത്തിൽ സ്വാന്തനവും ആശ്വാസവുമാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഇത്രയും സമയം ദിവികാരനാഥൻ്റെ സന്നിധിയിൽ ആയിരുന്ന നമ്മെക്കുറിച്ച് അവിടത്തേക്ക് കരുതലുണ്ട്. അവിടുന്ന് അറിയാതെ ഇതുവരെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. എല്ലാം നമ്മുടെ നന്മയ്ക്കായി അവിടുന്ന് പരിണമിക്കുന്നു. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് അവിടുത്തെ ദർശിക്കാം. അവിടുത്തെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. സാഷ്ടാംഗം വീണു നാം ഏറ്റം മഹത്വാമി ഭൂതാശയേ നവ്യമീയാമത്തിൽ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽക്കൂ ീർക്കെഴും പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദൈവപിതാവിൻ തന്നേകജാതൻ സ്തോത്രമുണ്ടാകണം ഇന്നുമെന്നും പാവനാത്മാവിനും ഔവീകം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സൃഷ്ടിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയമഹവായ ഈ കുദാശ ഞങ്ങൾക്ക് നീ നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങളെ വണങ്ങുവാൻ അനുഗ്രഹമരുളണമെന്ന് നിത്യമായി ജീവിച്ചു കൊള്ളണം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ശാന്തവും സ്വസ്ഥവുമായ ഒരു സായാഹ്നം ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. സംരക്ഷകനായി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.